വെള്ളം കുടിക്ക്. ഇമ്മച്ചിതാക്കണ കോഴി പൊരിക്കാൻ വേണ്ടി മസാല തേക്കാണ്. അപ്പൊ എല്ലാവർക്കും ഒരു കിടക്കാഴ്ച വീട്ടിലേക്ക് സ്വാഗതം. കേസ് നമ്മളിന്ന് നൈറ്റാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കുഞ്ഞുവിന്റെ പിണക്കം മാറ്റൽ. ഓക്കെ, അവൾ ഇതുവരെ ഞങ്ങളോട് മിണ്ടിയില്ല. അപ്പൊ ഇന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ ഇട്, എന്താ പറയാ, നമുക്ക് പുറത്തൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അവളെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് ചില്ലത്. എപ്പോഴും അവള് കോളേജ് വീട്. അപ്പൊ ഇന്ന് നമ്മൾക്കൊന്ന് അവളെ പിക്ക് ചെയ്തൊന്ന് പുറത്ത് പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിക്കോ. അവള് വരുമോന്ന് അറിയില്ല. കുഞ്ഞോ എന്താ എന്റെ പിണക്കം മാറ്റാൻ പോവല്ലോ നമ്മള്. ഇതന്നെ ആദ്യം നിർത്തിയാ മതി. എന്ത് ഡ്രസ്സൊക്കെ ഇട്ടതായാലും ആള് ചെറുതായി ചെറുക്കാനൊക്കെ തുടങ്ങിയേ. പക്ഷെ ഓന്തിന്റെ സ്വഭാവം എപ്പോഴാണ് ഇവള് സ്വഭാവം മാറാന്ന് പറയാൻ. ഇവളിപ്പോ അങ്ങനത്തെ നമ്മള് 4-ാം വയസ്സിൽ നട്ടപ്രാന്ത് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവൾക്ക് 20-ാം വയസ്സിൽ 20-ാം പ്രാന്താ ഗൈസ്. അതങ്ങനെ തോന്നുന്നു. പിന്നെ നിനക്കുള്ള പണി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ തരും. എന്റെ അടുത്ത് ഈ മനുഷ്യ മുടി വെട്ടണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്തു കൊടുത്തു. ഉറങ്ങി കിടക്കും വെയില് കറന്നമാര് കറക്കാനല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഫണ്ണ് വേണ്ടേ ലൈഫില്. കുഞ്ഞു റെഡിയായി വന്നേ എന്റെ കുട്ടി. അപ്പതാ ഞങ്ങൾ മാച്ചിങ്. എന്തൊരു സിബ്ലിങ്സ്. ചെറുക്കി ഐസ്ക്രീം വാങ്ങി തരാം. നമുക്കപ്പം നീ എടുത്തിട്ട് പോവാം. ഓക്കെ, ഞാനപ്പോ മാക്സിമം അവളെ ചെറുപ്പിച്ച് കളിപ്പിച്ച് ഇതാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പോന്ന് മുടി വെട്ടാൻ. എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാനില്ല. അത് രാത്രി ആവാൻ കാത്തുനിന്ന് എനിക്ക് വേഗം പോയിട്ട് ഏതെങ്കിലും ഒരു ബാബർ ഷോപ്പ് പോയിട്ട് കട്ട് ചെയ്യണം കേസ്. ഹെയർ കക്കന്റെ കുട്ടി കേറ്. ഒച്ചടാ, കക്കന്റെ കുട്ടിക്ക് വയ്യേ. സോ നമുക്ക് പോവാം. നമ്മൾ അങ്ങനെ നമ്മളുടെ ലൊക്കേഷനിലെത്തി. സ്ഥലം ഞാൻ എന്നിട്ട് എന്റെ ഈ ഊളക്കോലം ഞാനൊന്ന് മാറ്റട്ടെ. എനിക്ക് ഇത് വെച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് കോലത്തിന്റെ മുടി മാത്രം, ബാക്കി അങ്ങനെ തന്നെ ഉണ്ടാവും. കുഞ്ഞു സംസാരിക്കാൻ തുടങ്ങി. ഊളക്കോലം. ഓക്കെ, ബ്രദറിനാണ് ഇവള് ഊളാന്ന് വിളിച്ചത്. നിങ്ങള് താഴത്ത് പറഞ്ഞു കേട്ടോ. സ്നേഹമുള്ള ബ്രദറിന് ഇവള് ഊളാന്ന് വിളിച്ചത്. ഈ ഹെയർ എങ്ങനെയാണ് അവരെ കാണിക്കുക? അയ്യോ, കുഞ്ഞോള് ഭയങ്കര ചളി പറയുന്നു. എന്റെ കുഞ്ഞോള് റെഡി ആയി തുടങ്ങി. ബാറ്ററി പുതിയതിട്ട്. എന്താ പറ, എനിക്ക് പറയാനുള്ള പറടി. അവള് ഇവിടെ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ എന്നെ കൊണ്ടാവില്ല അവളെ കണ്ടുപിടിക്കും. നീ ഓടിപ്പോവോ? ഈ കാലം തല്ലി പൊട്ടിച്ചാലോ? നമ്മളെ നാക്കൊക്കെ കുഴയുന്നു. ഇന്ന് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യണ്ടോ? ഞങ്ങളെ ഫാമിലി സലൂൺ ഗൈസ്, ഫാമിലി സലൂൺ. ഇങ്ങനത്തെ മുടി കട്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ ആളുണ്ട്. 3 പേര് ക്യൂലുണ്ട്. അപ്പൊ അവര് വിളിക്കാന്ന് പറയണേ. അപ്പൊ ഈ ഹെയർ ആയിട്ട് ഇനി പ്രാർത്ഥനയാന്ന് പറഞ്ഞു. ഇനി നിന്റെ താഴത്തു കൂടെ നടക്കണേ കുരുപ്പ. കുഞ്ഞു അവര് വിളിക്കുന്ന, അവര് ഹെയർ കട്ട് ചെയ്യാൻ വിളിക്കുന്നവരെ നീ പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. കുഞ്ഞു പറഞ്ഞോ. ഞാൻ എന്തിനാ നിന്റെ ഹെയർ കട്ട് ചെയ്യുന്നവരെ നിന്റെ കൂടെ നിക്കുന്നേ? നീ എന്റെ അനിയത്തില്ലേ? ഞാൻ എന്തിനാ ഹെയർ കട്ട് എന്നെ കൂടെ കാറ് കയറ്റിച്ച് വാ പറഞ്ഞ ഇവന് ശല്യപ്പെടുത്തിട്ടാണ് ഞാൻ. അങ്ങനെ എന്നോട് സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നേ? സ്നേഹം കൊണ്ടല്ലേ? നാളെ രാവിലെ കോളേജ് പ്രോഗ്രാം. ചെറുക്കി കുഞ്ഞാള് ചിരിച്ചേ. കുറച്ച് ആറ്റിറ്റ്യൂഡ് കുറച്ച് ആറ്റിറ്റ്യൂഡ് അവൾക്ക് കൂടുതലാണ്. പക്ഷെ നമ്മൾ കുഴപ്പമില്ല, സഹിക്കുക. ഇന്നത്തെ ഒരു ദിവസമല്ലേ അല്ലേ? 2 തല്ലിന്റെ കുറവുണ്ട്, പക്ഷെ സഹിക്കാം. നമുക്ക് എന്തായാലും ഐസ്ക്രീം വാങ്ങി കൊടുക്കാം. ഞാനപ്പോ ഒരു ഫലൂദ ഷോപ്പിലെത്തി. നമ്മളെ ഡ്യൂഡിന്റെ പിണക്കം മാറ്റാൻ ഫലൂദ കൊടുക്കാൻ കുറച്ച് ലോക്കാക്കട്ടെ. നിനക്ക് വേണ്ടതെല്ലാം ഓർഡർ ചെയ്യാം. ഇവിടെ ചിരിച്ച് ചിരിക്കാൻ തുടങ്ങി. ഇടക്ക് മറന്നുകൊണ്ട് അവള് വീട്ടിലായിരിക്കുമ്പോ ഓർമ്മയുണ്ട്. പുറത്തിറങ്ങുമ്പോഴും കാര്യം മറന്നുകൊണ്ട്. നിനക്ക് ഇഷ്ടമുള്ള എന്തുവാണ് ഓർഡർ ചെയ്തത്? കാരണം നിന്റെ ഇത് മാറ്റാൻ വേണ്ടി വന്നത് നമ്മള്. നീ ഹാപ്പി ആയിരിക്കണം. പിസ ഇവിടെ പിസ ഇല്ല, ഐസ്ക്രീം പിസ ഒക്കെ ഉണ്ടാവും. വിലപിടിപ്പുള്ള സ്ഥലത്ത് കയറണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളുടെ കുഞ്ഞുവിന്റെ സങ്കടം മാറ്റാൻ വേണ്ടിട്ട് ഞാൻ എന്താ പാനിപ്പൂരി എടുത്ത് ഇതാക്കണം. അടുത്ത ജ്യൂസ് എത്തി വെച്ചോളൂ. അതൊക്കെ അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഫുഡ് കഴിച്ച കുഞ്ഞു റെഡിയായി. ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. കുഞ്ഞു ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. ഇനി നേരെ മുടി വെട്ടാൻ പോവാം. ഫൈനലി വി ആർ ഗോയിങ് ടു കട്ട് മൈ ഹെയർ ഗൈസ്. ഹൗ
സമാധാനമായി. ഈ ഒരു കുരുട്ട് കാരണമാണ് ഞാൻ ഇത്രയും അനുഭവിക്കുന്ന കേസ്. ഇവിടെ ഉള്ള എല്ലാവരും എന്നെ നോക്കി എന്നെ ഇല്ലാണ്ടാക്കി. പൊന്നുസാരി നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഷോപ്പിൽ, പിന്നെ ആരവിടെ ഒരു കൊയ്ക്കാട്ടന്മാരെയാണ് നീ വെട്ടിച്ച് കണ്ടില്ലേ. ഞങ്ങള് വീണ്ടും എത്തിട്ടാ. അങ്ങനെ കുഞ്ഞു റെഡിയായി. നിന്റെ മുടി കൂടി വെട്ടിക്കഴിഞ്ഞാ ഹാപ്പി. കുഞ്ഞു മറന്നതാ സത്യത്തിൽ, ആക്ച്വലി പുറത്തൊക്കെ മറന്നതാ. ഞങ്ങള് സലൂൺ ഷോപ്പ് വന്നിട്ട് വെക്കണ ഒരു ഗെയിം കളിക്കുകയാണ്. എന്റെ നഖം കുഞ്ഞോളെ, എന്റെ മോളെ റമദാന് നോമ്പായിട്ട് നഖൊക്കെ വെട്ടണം കേട്ടോ. രണ്ടും കൂടി ഇവിടെ ഗെയിം കളിച്ചിരിക്കുക കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇവരാരെങ്കിലും ഒരാൾ കഴിഞ്ഞാൽ നമുക്ക് കയറാം. ഓക്കെ ഗൈസ്, അപ്പം ഞാനൊന്ന് ഫുൾ സെറ്റ് ആയിട്ട് വരാം. ഓക്കെ, നമുക്ക് അയാളോട് പറഞ്ഞാലോ മൊട്ടടിച്ചു കൊടുക്കാൻ. ബാക്കില് മുടി മറ്റേ നഴ്സറി പിള്ളേർക്ക് മറ്റേ ഇത് കിട്ടില്ലേ. കൊള്ളാം, ഒരു വൃത്തി വെച്ചു. നിന്റെ കൂടെ ഞാൻ നടന്ന ഞാൻ ഒരു മാതിരി അമ്മായിനെ എങ്ങനെയുണ്ട് പറയൂ. പറയില്ലേ, ഭംഗിയില്ലേ ബേബി, ഭംഗിയില്ലേ, നല്ല ഭംഗിയില്ലേ. ഇവനെ കല്യാണത്തിനാണ് ഞാൻ ഇത്ര വൃത്തിയിൽ കണ്ടത്. അല്ല, കല്യാണം കഴിഞ്ഞ ശേഷം കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് 4 മാസമായി കട്ട് ചെയ്യാണ്ട് നടക്കായിരുന്നു. സോ ഇനി എന്നെ കാണിച്ചു കൊടുത്തോളൂ. റെഡി? തിരൂർ ഫ്രണ്ട് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോ രണ്ടാമത്തെ ഒരു ദിവസത്തെ സ്വാഗതം. അപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ ഡ്യൂഡിലാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഹായ് ബേബി. അവൾക്ക് എന്നോട് അസൂയ ഗൈസ്, ഞാനൊരു ചെറിയ കുട്ടിയായി എന്നുള്ള അസൂയ. എടി, ഏജ് കുറയുന്നത് നല്ലതാണ്, എപ്പോഴും യൂത്ത് ആയി നിക്കണം. അതല്ലേ ഗൈസ് അതിന്റെ ഒരു കുട്ടി. നീ പറയണേ, നീ എയർ വെട്ടിക്ക് എന്റെ വേണോ? ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോ വേറെ ലെവല്. ആള് ഫുൾ കലിപ്പിലായിട്ട് ഇവിടെ വേറൊരു പരിപാടിയിലാണ്. കണ്ടില്ലേ? ഇതിന്റെ പേരെന്തായിരുന്നു ബേബി? ഐ ഡോണ്ട് നോ. ഇറ്റ്സ് എ സാറ്റിസ്ഫൈങ് ടൂൾ. സാറ്റിസ്ഫൈങ് ടൂൾ ആണ്, പക്ഷെ ഇതിനൊരു പേരുണ്ട്, എനിക്ക് മറന്നുപോയി. ഞാൻ അന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങിയായിരുന്നു. കൈ എടുത്താ ഞാൻ തൊട്ടോട്ടെ. ഇതിങ്ങനെ കത്തിട്ടോ, എന്നിട്ട് നമ്മൾ ഒരു വരലും ഇങ്ങോട്ട് തൊടുമ്പോ കണ്ടില്ലേ ചൂടാവുന്നുണ്ടല്ലോ ഇടക്ക്. അതല്ലേ ഞാൻ പറഞ്ഞ, പക്ഷെ നല്ല രസമായിട്ട് കാണാൻ വേറെ വൈബ് സാധനം അല്ലേ. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് മര്യാദ കാണാൻ കഴിയില്ല. എങ്ങനെയാണ് കാണാൻ? അവളെ ചെവിന്ന് എനിക്ക് ഷോക്ക് അടിച്ച്. നിന്റെ ചെവിന്ന് ഷോക്ക് അടിച്ചതല്ല, നിന്റെ ചെവിന്ന് ഈ സാധനല്ലേ. ഈ സാധനം തോന്നുന്നു എന്റെ ചെവിയിലായിരുന്നു. എന്താ ഞാൻ എനിക്ക് ചെവിന്റെ കയ്യിൽ. അവൾക്ക് ഷോക്ക് അടിച്ച്, എനിക്ക് ഷോക്ക് അടിച്ച്. ദാറ്റ് തിങ് ഈസ് ഡേഞ്ചറസ്. ഓക്കെ, നമുക്ക് ഞാൻ താഴോട്ട് പോയത് സെൽഫി വാ. അല്ലാ, വന്നപ്പോ തന്നെ കാണുന്ന സാധനം നോക്കിയാ നല്ല അടിപൊളി കട്ട്ലേറ്റ്, ചിക്കൻ റോള്, സമൂസ. ഇമ്മന്റെ പ്രൊമോഷനാണ് റൈനാസ് കാറ്ററിംഗ്. നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുക, ജസ്റ്റ് പോയി സെർച്ച് ചെയ്യുക. നല്ല അടിപൊളി ഫുഡും പിന്നെ നോമ്പ് തുറക്കുള്ള സ്പെഷ്യൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടോ, നിങ്ങൾക്ക് വാങ്ങാൻ കഴിക്കുക. ലിങ്ക് താഴത്ത് കൊടുക്കുക. കൊച്ചി സ്വിഗ്ഗിയിൽ റൈനാസ് കാറ്ററിംഗ് അടിച്ചാൽ മതി. ഫ്രീക്കൻ വന്നേ. നാട്ടിൽ സൂര്യനില്ല വസ്ത്രമതാകെ പാട്ടൊക്കെ ബേബി. അപ്പൊ ഞാൻ മുടി വെട്ടിയത് മുതൽ ഇവൾക്ക് എന്നോട് ഭയങ്കര കുസുമ്പാണ് ഗൈസ്. കുസുമ്പല്ല, ഇവൻ വെറുപ്പിക്കുക. ഒന്നാമത് ഞാൻ ടയേർഡാ, അതിന്റെ ഇടയിൽ ഇവന്റെ വെറുപ്പിക്കലാണെങ്കിലും ഞാൻ ഇടക്കിടക്ക് ഇവൾക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുന്നുണ്ട്. ഇനി കുഞ്ഞുമോൾ വന്നിട്ടാണ് അവളെ വെറുപ്പിക്കുക. എല്ലാരും ഞാൻ വെറുപ്പിക്കും കേസ്. ഉമ്മനെ കുറച്ചേരം വെറുപ്പിച്ചാലും വേണ്ട, തളച്ച ഓയിൽ എടുത്ത് തളച്ച ഓയിലല്ല, മറ്റേ ചട്ടകവും കയ്യിലോ മുളക് പൊടിയൊക്കെ എടുത്തെറി. അതെ, നടക്കില്ല കേസ്. എല്ലാരും പറഞ്ഞ ഞാൻ ഭയങ്കര വെറുപ്പിക്കല. നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ട് ഉമ്മ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഞാൻ ഭയങ്കര വെറുപ്പിക്കലായി തോന്നുന്നുണ്ടോ? നീയാ? ഇല്ല, ഞാൻ നല്ല നീ വീട്ടിലുണ്ടെങ്കിൽ തന്നെ എനിക്ക് നല്ല ആശ്വാസമാണ്. മനസ്സിലായി. ഇനി നിങ്ങൾ താഴത്ത് കമ്പനിയെ വെറുപ്പിക്കില്ല. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വയ്യ, എനർജി ഇല്ല. ഇന്ന് നോമ്പ് തുറക്കാനാന്ന് തോന്നുന്നത്. പലതരം ഐറ്റംസ് ആണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിവേ കുഞ്ഞുവിന്റെ എന്താ പറയാ കോളേജ് കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടിന്യൂസ്ലി വേറെ ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ചലഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള വീഡിയോസ്, ചലഞ്ചോ അല്ല എന്തൊക്കെ ഫൺ വീഡിയോസ് ഒക്കെ എന്തെങ്കിലും നിങ്ങളെ മൈൻഡിൽ ജസ്റ്റ് അത് താഴത്ത് കമന്റ് ചെയ്യുക. വിൽ ഡു ദാറ്റ്. ആൻഡ് റമദാൻ മുബാറക് ആൻഡ് സീ യു. ബൈ. കാച്ച് യു അനദർ ടൈം.